ഓക്കെ, ഫസ്റ്റ് ഇതാ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുന്നത് ഗേറ്റ് 2013 ചോദിച്ചതാണ്. ഔട്ട് ഓഫ് all the 2-digit integers between 1 and 100, a 2-digit number has to be selected at random. What is the probability that selected number is not divisible by 7? Okay, ഇത് വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുന്നുണ്ടെങ്കിൽ, ഗേറ്റ് നെറ്റ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ, ഗേറ്റിന്റെ 1 മാർക്ക് ക്വസ്റ്റ്യനെ മെയിൻലി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൂ. 2 മാർക്ക് കുറച്ച് ടഫ് ആയിരിക്കും, പൊതുവെ അങ്ങനെ ചോദിച്ച് കാണാറില്ല. പിന്നെ സിമ്പിൾ ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ എടുക്കും. അപ്പൊ നിങ്ങൾ പ്രീവിയസ് ഗേറ്റിന്റെ നോക്കാം, അതേപോലെ നെറ്റിന്റെ ക്വസ്റ്റ്യൻസ് നോക്കുക. അതൊക്കെ നോക്കിയാൽ നമുക്ക് എക്സാമിന് PSCന്റെ ക്വസ്റ്റ്യൻസ് കാര്യമായിട്ട് പ്രീവിയസ് ഇയർ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, കാരണം അത് വളരെ സിമ്പിളാ. അത് കുറച്ചേ ഇപ്പം ഉണ്ടാവുന്നുള്ളൂ. നിങ്ങൾ ഇൻസ്ട്രക്ടർ ഗ്രേഡ് ഒക്കെ എഴുതിയവരാണെങ്കിൽ മനസ്സിലാവും, ക്വസ്റ്റ്യൻ പൊതുവെ നല്ല ടഫാണ്. എക്സ്പെഷ്യലി പ്രോഗ്രാമർ എക്സാമിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണത്. നല്ല മറ്റേ ഊപ്സ് കൺസെപ്റ്റ് പ്രോഗ്രാംസ് നന്നായി പഠിച്ചു പോവുക. പ്രോഗ്രാംസ് ഇപ്രാവശ്യം ഇൻസ്ട്രക്ടർ ഗ്രേഡ് ചോദിച്ചതെല്ലാം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാറ്റിക് വെച്ചിട്ടായാലും അതേപോലെ ഇൻഹെറിറ്റൻസ് കൺസെപ്റ്റ് എന്ന് ചോദിച്ചൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതൊക്കെ നല്ല നോക്കി പോവുക. അതേപോലെ ഈ സബ്ജക്റ്റിലായാലും ശരി, നിങ്ങൾ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്ത് പോകണം. പഴയതുപോലെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യരുത്. നല്ല ക്വസ്റ്റ്യൻ, നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്ത് മാക്സിമം നല്ല ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്ത് പോവുക. അപ്പൊ നിങ്ങൾക്ക് അവിടുന്ന് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയാലും ആൻസർ ചെയ്യാം. മറ്റേ നിങ്ങൾക്ക് അയ്യോ എനിക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് കോൺഫിഡൻസ് പോകും. ഓക്കെ, ഓപ്ഷൻ ഡി തന്നെയാണ് നമ്മളെ ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം ഇനി. ഈ ക്വസ്റ്റ്യനെ ഒരുവിധം ക്വസ്റ്റ്യൻ എല്ലാം ഞാൻ എക്സ്പ്ലനേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പിന്നെ നോക്കണമെങ്കിലും ഇൻ കേസ് ഇത്. നമുക്ക് നോക്കാം. 2-digit നമ്പേഴ്സ് ആണ് പറഞ്ഞത്. ആദ്യം നിങ്ങളോട് പറഞ്ഞത് 2-digit നമ്പർ ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് നോട്ട് ഡിവിസിബിൾ ബൈ 7 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ നോട്ട് ഡിവിസിബിൾ ബൈ 7 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഡിവിസിബിൾ ബൈ 7 ആണ് ഈസി. ഓക്കെ, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് കണ്ടെത്തുക. അതിൽ പറയുന്നുണ്ട് 2-digit നമ്പർ. 2-digit നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ 1 to 100 എന്നാണ് പറഞ്ഞതെങ്കിലും അത് എല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, ഈസി ആയിട്ട്. പക്ഷെ ഇവര് ഓപ്ഷൻ 90 തന്നിട്ടുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് അത്ര കൺഫ്യൂഷൻ വേണ്ട. നിങ്ങൾക്ക് ഓപ്ഷനിൽ ആർക്കെങ്കിലും ഡൗട്ട് വന്നു എന്താ 1 to 100 എന്ന് പറഞ്ഞിട്ട് 90 90 90 എന്ന് പറഞ്ഞതെന്ന്? കാരണം എന്താ വെച്ചാൽ അവർ പറഞ്ഞ 2-digit നമ്പേഴ്സ് ആണ്. അതായത് 10 മുതൽ 99 വരെയുള്ള നമ്പേഴ്സേ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. 1 to 9 100 നിങ്ങൾ കൺസിഡർ ചെയ്യണ്ട. ഓക്കെ, അതാണ് ഈ 90. നമ്മളെ ടോട്ടൽ ഫേവറബിൾ ഐറ്റംസ് ആണ്. ടോട്ടൽ എത്ര കേസ് ഉണ്ടാവും എന്ന് വിചാരിച്ചാൽ 90 കേസ് ആണ് ഉണ്ടാവും. 10 മുതൽ 99 വരെ നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ശ്രദ്ധിക്കുക, 10 മുതൽ 99 വരെ. കാരണം 2 ഡിജിറ്റൽ ഔട്ട് ഓഫ് ദ ഓൾ 2-digit ഇന്റിജേഴ്സ് 1 to 100 അവര് തന്നത് ഇന്റൻഷ്യലി തന്നതാണ്. ഫസ്റ്റ് നിങ്ങൾ 7 എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, 7 എടുക്കേണ്ട ആവശ്യമില്ല, 2-digit നമ്പർ ആണെന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുക. ഫസ്റ്റ് 2-digit നമ്പർ ഡിവിസിബിൾ ബൈ 7 ഏതാണ് വരിക? ഡിവിസിബിൾ ബൈ 7 ഏതാണ് വരിക? 14 മുതൽ നിങ്ങൾ തുടങ്ങിയാൽ മതി. അത് ശ്രദ്ധിക്കണം. അതൊരു ചെറിയ ഏതാണ് ഈ 12ഉം. ഓക്കെ, ഫസ്റ്റ് അപ്പം 14, 21, 28, 35, 42, 49 അങ്ങനെ 49. ബാക്കി പറ. 56. ഓക്കെ, 63, 70, 77, 84, 91. ഓക്കെ, 98. അപ്പൊ 1 2 3 4 5 6 7 8 9 10 11 12 13. ഓക്കെ, 13 ആണ് നിങ്ങളെ ഫേവറബിൾ കേസസ്. ഏത്? ഡിവിസിബിൾ ബൈ 7 ആണ്. ഇത് ഡിവിസിബിൾ ബൈ 7 ആണ്. കാരണം നിങ്ങൾ നോട്ട് ഡിവിസിബിൾ ബൈ 7 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറെ നമ്പേഴ്സ് ചെയ്യാണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ നോട്ട് തൽക്കാലം അവിടെ വെക്കുക. അപ്പം ഡിവിസിബിൾ ബൈ 7 ആണ്. നമുക്ക് ടോട്ടൽ 10നും 99നും ഇടയിൽ ടോട്ടൽ 19 ഉണ്ട്. അതിൽ ഡിവിസിബിൾ ബൈ 7 എത്രയാണ്? 13/90. ഓക്കെ, അപ്പം PSCക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആ ടെൻഷൻ കാരണം നോട്ട് കാണൂല. ഓപ്ഷൻ എ മാർക്ക് ചെയ്തു, ശരിയാന്ന് വിചാരിക്കും. അല്ല, അപ്പൊ നോട്ട് ഡിവിസിബിൾ ബൈ 7 എന്നാണ് എന്ത് ചെയ്യണം? 1 - 30/90. ഓക്കെ, ഇത്
പ്രോബബിലിറ്റി ഓഫ് എ നമ്പർ, പ്രോബബിലിറ്റി ഓഫ് എ 2-digit നമ്പർ ഡിവിസിബിൾ ബൈ 7 ആണ് ഇത് കിട്ടിയത്. പക്ഷെ നമ്മളോട് ചോദിച്ചത് എന്താ? നോട്ട് ഡിവിസിബിൾ ബൈ 7. അപ്പൊ നിങ്ങൾ 1 മൈനസ് 13/90 ചെയ്യണം. അപ്പൊ ആൻസർ 77/90 വരും. ഓക്കെ, ഇനി ആർക്കെങ്കിലും നോട്ട് ഡിവിസിബിൾ ബൈ 7 ചെയ്യണമെങ്കിൽ ഈ ആൻസർ നോക്ക്, നിങ്ങൾ 77 നമ്പേഴ്സ് ചെയ്ത് നോക്കണം. അതിനേക്കാളും എളുപ്പമല്ലേ 1 മൈനസ് 13 ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡിവിസിബിൾ ബൈ 7, ഡിവിസിബിൾ ബൈ 8, ഡിവിസിബിൾ ബൈ 9 എന്നൊക്കെ പറയുമ്പോൾ ആ നോട്ട് ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ ആ നമ്പേഴ്സ് കണ്ടുപിടിക്കുക, അതിന്റെ ശേഷം നോക്കുക. ഇനി ഒരു കാര്യം പറഞ്ഞിടാ. ഓക്കെ, ഇനി നമുക്ക് വേണ്ട എന്താ? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം അല്ലേ? ഫസ്റ്റ് എലമെന്റ് 14 ആണ്. ലാസ്റ്റ് 100ന്റെ അടുത്ത് 7 ആയിട്ട് പോണ നമ്പർ നോക്കണമെങ്കിൽ 100/7 എടുക്കുക. ഓക്കെ, ഇത് ഷോർട്ട് കട്ട് ആണ്. ഐ മീൻ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് ആയിട്ട് തോന്നിയാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ വിട്ടേക്ക് ഇപ്പൊ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഓക്കെ, 1 7 വരും, 30 വരും, 2 അല്ല 4 വരും, 28 2. അതായത് 2 കിട്ടിയില്ലേ? ഇത് കുറച്ച് വലിയ നമ്പേഴ്സിനൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയതാണ്. ഓക്കെ, അപ്പം 2 ആണ്. അതായത് ഞാൻ 100ന്ന് 2 മാറ്റി കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 14 × 7 ചെയ്ത് നോക്കിയാൽ മതി. എത്ര വരിക? 98 വരും. അതായത് ഫസ്റ്റ് നമ്പർ 14 ആണ്. ഫസ്റ്റ് 2-digit നമ്പർ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയത് 14 ആണ്. ആൻഡ് ലാസ്റ്റ് 2-digit നമ്പർ എത്രയാണ്? 98 ആണ്. ഇതിന്റെ ഇടയിൽ എത്ര നമ്പർ ഉണ്ട്? കാരണം നമുക്ക് അറിയേണ്ടത് എത്രയാ? ഫേവറബിൾ ഔട്ട്കം ആണ്. എത്ര ഫേവറബിൾ ഔട്ട്കം ഉണ്ട് എന്ന് അറിയാൻ ഒരു AP ആവും വരിക. നിങ്ങൾ എഴുതി നോക്കിയ സീരീസ് 14, 21, 28 എന്നുള്ളത് ഒരു AP ആണ് ടിൽ 98. ആ APയിൽ എത്ര എലമെന്റ്സ് ഉണ്ട് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ A+n-1 × D അതാണ് APയിലെ nth ടേം കണ്ടുപിടിക്കാൻ. A ഫസ്റ്റ് ടേം, n എത്ര ടേംസ് ഉണ്ട്? n-1 × D ആണ് nth ടേം കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. അപ്പൊ 98 കൊടുക്കുക. Aക്ക് 14 കൊടുത്താൽ നിങ്ങൾക്ക് n കണ്ടുപിടിക്കാം. എല്ലാ എലമെന്റ്സും കാണാതെ തന്നെ n കണ്ടുപിടിക്കുക. ഇപ്പൊ n ഇവിടെ 13 കിട്ടും. ഈ മെത്തേഡ് ഈസി ആയി തോന്നുന്നവർക്ക് ചെയ്യാം. കാരണം എന്താ വെച്ചാല് നിങ്ങളോട് 1നും 1000നും ഇടയിലാണ് ചോദിച്ചതെങ്കിൽ, ഇത് 1 to 100 ഓക്കെ 3-digit നമ്പർ ആണ് ചോദിച്ചതെങ്കിലോ, അപ്പൊ നിങ്ങൾ 100 മുതൽ 999 വരെയാണ് ചെയ്യേണ്ടത്. അപ്പൊ 7ൻ്റെത് കാണാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ ഇതാണ് ശരിയായ ജനറൽ മെത്തേഡ്. ഓക്കെ, അതായത് നിങ്ങൾ ഫസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുക. ഫസ്റ്റ് നമ്പർ A വെച്ച് കണ്ടുപിടിക്കുക. ലാസ്റ്റ് നമ്പർ ഏതാണോ 1000ന്ന് എന്ത് ചെയ്യാന്ന് വെച്ചാല് നോക്കുക. അപ്പൊ റിമൈൻഡർ വരുന്നത് കുറച്ചിട്ട് നോക്കുക. അപ്പൊ മിക്കവാറും ആ നമ്പർ ആയിരിക്കും ലാസ്റ്റ് നമ്പർ വരിക. എന്നിട്ട് APയിൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് n-ന്റെ വാല്യൂ കിട്ടും. n/, ആ നമ്പർ എടുക്കുക. നിങ്ങൾ 1 to 100 ഒക്കെ ആവുന്ന സമയത്ത് എഴുതി നോക്കിക്കോ, അത് അധികം ടൈം എടുക്കൂല. പക്ഷെ 1 to 1000 അല്ലെങ്കിൽ 2000 എന്നൊക്കെ പറയുന്ന വലിയ ലാർജ് നമ്പർ ആവുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ടൈം കൺസ്യൂമിങ്. സോ ദാറ്റ് ടൈം യു ക്യാൻ യൂസ് ദിസ്. ഇത് വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. ഗേറ്റിനാ ചോദിച്ചാൽ അല്ലെ ഇത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. സപ്പോസ് എ പെയർ 6-sided die is rolled once. If a value on die is 1, 2 or 3, the die is rolled second time, what is the probability that sum of total value is turn up at least 6? ഇത് നല്ലൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്താ പറയാ, ഇത് ഇത്തിരി ഒരു കൺഫ്യൂസിങ് ഉണ്ട്. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇത് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് നോക്കുക. ഓക്കെ, ഇത് ഞാൻ പറയാം. ഇത് ഇത്തിരി ഇതിലൊരു കേസ്, എക്സ്ട്രാ കേസ് ഉണ്ട്. ഇതിൽ നമ്മളെല്ലാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, a pair 6-sided dice rolled up. If value of one die is 1, 2, 3, the die is rolled for second time. What is the probability sum of values turn up to 6? ഈ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ? നമ്മളൊരു ഡൈ എടുത്തു, ഡൈ ത്രോ ചെയ്തു. ഓക്കെ, ഡൈ ത്രോ ചെയ്ത് 1, 2, 3 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡൈ സെക്കൻഡ് ടൈം ത്രോ ചെയ്യും. അങ്ങനെ സെക്കൻഡ് ടൈം ത്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് സം 6 കിട്ടാനുള്ള പോസിബിലിറ്റി എത്രയാണെന്നാണ് ചോദിക്കുന്നത് അല്ലെ? അപ്പം നമ്മൾ ഡൈ ത്രോ ചെയ്യുക, സെക്കൻഡ് ടൈം ത്രോ ചെയ്യുക 1, 2 or 3 കിട്ടുമ്പോഴാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 6 വാല്യൂ നമ്മുടെ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി സം ഓഫ് വാല്യൂ ടേൺ അപ് ടു അറ്റ്ലീസ്റ്റ് 6. അറ്റ്ലീസ്റ്റ് ഉണ്ട്, ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് 6 എന്ന് പറഞ്ഞാൽ 6 അതിൽ കൂടുതലാ ആവാം. ഓക്കെ, ഇതില് നമ്മൾ ചെയ്യും P of sum. ഇതിപ്പോ നോക്കണ്ട, ഈ കേസ് അവിടെ കേട്ട. P of sum greater than 6 and 1, 2, 3 appear on the first die. ഇതൊരു കേസാണ്. അതായത് നിങ്ങൾ ഡൈ ത്രോ ചെയ്തു, ഡൈ ത്രോ ചെയ്തപ്പോ 1, 2, 3 അപ്പിയർ ചെയ്യാം.
അല്ലെ? 1 2 3 അപ്പിയർ ചെയ്തു. 1 2 3 അപ്പിയർ ചെയ്താല് ഞാൻ സെക്കൻഡായി ത്രോ ചെയ്യും. അപ്പം സം അറ്റ്ലീസ്റ്റ് 6 ആവാനുള്ള പോസിബിലിറ്റി. ഏതൊക്കെ കോമ്പിനേഷനാ വരിക? 1 5 ഉം 6 ആണ്. 1 5 ഉം 1 6 ഉം വരും. ഓക്കെ. 2ന്റെ കേസിൽ 2 4 മുതൽ 2 6 വരെയുള്ള എല്ലാ കോമ്പിനേഷനും വരും. 3ന്റെ കേസിൽ 3 3 മുതൽ 3 6 വരെയുള്ള എല്ലാ കോമ്പിനേഷനും വരും. ഓക്കെ. അപ്പൊ ഇതാണ് നമുക്ക് 6 കിട്ടാനുള്ള പോസിബിലിറ്റി. അപ്പൊ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇതൊരു കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ് അല്ലെ? അതായത് നമുക്ക് സമ്മ് എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 6 ആവണം, ഗിവൺ ദാറ്റ് ഫസ്റ്റ് ഡൈ ഈസ് ഹാവിംഗ് 1 2 3 അല്ലെ? ഈ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് സമ്മ് 6 ആവാനുള്ള പോസിബിലിറ്റി. അപ്പൊ നമ്മൾ എന്താ നോക്കുക? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി. അപ്പം സമ്മ് ഗ്രേറ്റർ ദാൻ 6 ആവും വേണം, ഫസ്റ്റ് ഡൈ 1 2 3 ആവും വേണം. അതിനുള്ള പോസിബിലിറ്റീസ് ആണ് ഈ മേലെ കണ്ടത്. ഓക്കെ. അപ്പൊ 1 5 1 6 1 2 3 4 5 6 7 8 9 വരും. 9/36 ആണ് എന്തിനുള്ള പ്രോബബിലിറ്റി? സമ്മ് ഗ്രേറ്റർ ദാൻ 6 ആവാനുള്ളതും അതുപോലെ തന്നെ എന്താവാനുള്ളത്? ഓൺ ദ ഗിവൺ കണ്ടീഷൻ, അതായത് നിങ്ങൾ ഇത് കണ്ടീഷണൽ പ്രോബബിലിറ്റിക്ക് ഒന്നും പോണമെന്നില്ല, സിമ്പിൾ ആയിട്ട് എടുത്താൽ ഇത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്, പക്ഷെ നിങ്ങൾ ഇത് സിമ്പിൾ ആയിട്ട് എടുത്താൽ മതി. അതായത് നിങ്ങൾക്ക് 1 2 3 അപ്പിയർ ചെയ്തു, സം ഗ്രേറ്റർ ദാൻ 6 വേണം. ഓക്കെ. അപ്പൊ എനിക്ക് സം ഗ്രേറ്റർ ദാൻ 6 കിട്ടുന്ന കണ്ടീഷൻ ഇതാണ്. എത്ര ഫേവറബിൾ കേസസ്? 9 ആണ്. ടോട്ടൽ എത്ര കേസ് ഉണ്ട്? 36 ഉണ്ട്. അപ്പൊ 9/36. ക്ലിയർ ആണോ? ഇത് ഞാൻ കണ്ടീഷണൽ പ്രോബബിലിറ്റി വെച്ചിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തതിന് നിങ്ങൾ വേണേ നോക്കിക്കോ. അത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. അതായത് നിങ്ങൾക്ക് തന്ന കണ്ടീഷൻ എന്താണോ ആ കണ്ടീഷൻ വരുന്ന സമയത്ത് ടോട്ടൽ 6 കിട്ടാനുള്ള കേസ് എത്രയൊക്കെയാണ് വരുന്നത്. നമ്മളോട് പറഞ്ഞത് നമുക്ക് സമ്മ് ഗ്രേറ്റർ ദാൻ 6 വേണം, ഗിവൺ 1 2 3 ആണ് ഫസ്റ്റ് ഡൈയിൽ വന്നത്. അപ്പൊ ഞാൻ നോക്കും 1 2 3 ഫസ്റ്റ് ഡൈയിൽ വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 1 2 3 ഫസ്റ്റ് ഡൈയിൽ വരുമ്പോ 1 വരാം, 2 ഫസ്റ്റ് ഡൈ 3. സമ്മ് ഗ്രേറ്റർ ദാൻ 6 വേണമെങ്കിൽ 1 5 1 6 ആണ് വരിക. ഇനി അതേപോലെ തന്നെ 2 4 2 5 2 6 അറ്റ്ലീസ്റ്റ് 6 എന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ 2 5 എടുത്തത്. 7 ആണ് 2 6 എടുക്കുന്നത്. 3,3 3,4 3,5 3,6 അങ്ങനെ 9 ഫേവറബിൾ കേസസ് ആണുള്ള ഔട്ട് ഓഫ് 36. ഓക്കെ. അപ്പം എന്റെ ഈ കണ്ടീഷൻ പി ഓഫ് സം ഗ്രേറ്റർ ദാൻ 6 then 1 2 3 appeared on the first row. ഇത് റെഡിയാണ്. 9/36 1/4. ഓക്കെ. അപ്പൊ നമ്മൾ എല്ലാവരും ആ ഒരു ഓപ്ഷനിലേക്ക് പോകും. നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കൂ. 1/4 എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയത്. അപ്പൊ അവിടെ പറയുന്നത് എന്താ? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് സം ഓഫ് ടോട്ടൽ വാല്യൂ ഈസ് 6? അപ്പൊ നമുക്ക് സം ഓഫ് ടോട്ടൽ വാല്യൂ 6 ആവണം. സം ഓഫ് ടോട്ടൽ വാല്യൂ 6 ആവണം. വേറെ ഏതെങ്കിലും കേസ് ഉണ്ടോ? ഞാൻ പറഞ്ഞു 1 2 3 കിട്ടിയാൽ മാത്രമേ ഞാൻ ഡൈ രണ്ടാമത് ത്രോ ചെയ്യുള്ളൂ. സം ഓഫ് 6 ആവാൻ ഏതെങ്കിലും കേസ് ഉണ്ടോന്ന് വെച്ചാൽ ഒരു കേസും കൂടി ഉണ്ട്, അത് നിങ്ങൾ എടുക്കണം. ഞാൻ ആദ്യത്തെ ത്രോയിൽ തന്നെ എനിക്ക് 6 കിട്ടിയാലോ? സമ്മ് 6 അല്ലേ? ആ ഒരു കേസും കൂടി ഇവിടെ എടുക്കണം. അപ്പൊ അതിനുള്ള പ്രോബബിലിറ്റി എന്താ? എനിക്ക് ആദ്യത്തെ ത്രോയിൽ തന്നെ 6 കിട്ടി, അതിനുള്ള പ്രോബബിലിറ്റി 1/6. രണ്ടാമത്തെ ത്രോയില് ആണ് കിട്ടുന്നതെങ്കിൽ ആദ്യത്തെ ത്രോയില് 1 2 അല്ലെങ്കിൽ 3 കിട്ടി, ദെൻ അടുത്ത ത്രോ, അങ്ങനെയാകുമ്പോ ഞാൻ അടുത്ത ത്രോയിലേക്ക് പോവും. അങ്ങനെയാകുമ്പോ സമ്മ് ഗ്രേറ്റർ ദാൻ 6 ആവും, അതിനുള്ള പ്രോബബിലിറ്റി 9/36. സോ ടോട്ടൽ പ്രോബബിലിറ്റി 5/12. ഇത് കുറച്ചൊരു നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോ ഇത്തിരി കൺഫ്യൂസിങ് ആയി തോന്നും, ഒന്നും കൂടി ആലോചിച്ചാൽ ഈസിയാണ്. ഓക്കെ. ഇത് പറയാം മിസ്, പക്ഷെ സെക്കൻഡ് ചാൻസ് നമ്മൾ ത്രോ ചെയ്യണമെങ്കിൽ 1 2 3 ആവണ്ടേ? അപ്പൊ ഈ 6ന്റെ കേസ് കൺസിഡർ ചെയ്യണമെന്നുണ്ട്. 6ന്റെ കേസിൽ നമ്മൾ സെക്കൻഡ് ത്രോ ചെയ്യുന്നില്ല, പക്ഷെ സമ്മ് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ത്രോ ചെയ്യണ്ട. അല്ല, ഈ 3 കേസ് മാത്രല്ല അപ്പൊ കൺസിഡർ ചെയ്യേണ്ടത്? അല്ല, ഫസ്റ്റ് കേസ് കൂടി സമ്മിന്റെ കേസാണ് നമ്മൾ എടുക്കണമെന്നുള്ളതുകൊണ്ട് ഫസ്റ്റ് 6 വരുന്ന കേസും കൂടി എടുക്കണം. സിംഗിൾ കണ്ടീഷനും കൂടെ നമ്മൾ അതിനകത്ത് ചെക്ക് ചെയ്യണം, ആഡ് ചെയ്യണം. സമ്മ് 6 കിട്ടുന്ന വേറെ ഏതെങ്കിലും കേസ് ഉണ്ടോ എന്നുള്ളതും കൂടി ആഡ് ചെയ്യണം. അതാണ് ഞാൻ പറയുന്നത്, ഇത്തിരി നല്ല ക്വസ്റ്റ്യനാ. ഇത് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചോദിക്കുള്ളൂ, വേറെ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. പിന്നെ പഴയ ഗേറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ട്, അതുകൊണ്ടാണ് ഇത് എടുത്തത്. ഓക്കെ. ഓക്കെ, ഇത് PSC ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊന്ന് ആൻസർ പറഞ്ഞേ.
The probability of getting a spade from packet of cards. അതായത് 52 കാർഡിന്ന് ഒരു സ്പേഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഞാൻ കാർഡിന്റെ ഡിവിഷൻ ഒക്കെ വരച്ച് നിങ്ങൾക്ക് തന്നതാ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യണം. എത്ര ആൻസർ വരിക? 1/4. ഓക്കെ. ഇപ്പൊ PSC ഇതുപോലെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ PSC ക്വസ്റ്റ്യൻ വളരെ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് ഫോർ ടോസിംഗ് 5 coins. ഇത് PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഡി. ഞാൻ പറഞ്ഞിരുന്നു ടോസ് കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് 2n ആണ് വരിക. ഈ കോയിൻസ് ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണോ നിങ്ങൾ പറയുന്നത് n ആണ് കൊടുക്കുന്നത്. 2n. n എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം നിങ്ങൾ ടോസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പ്രാവശ്യം ടോസ് ചെയ്യുന്നുണ്ട് എന്നാണ് നോക്കേണ്ടത്. ശരിക്കുള്ള PSC ക്വസ്റ്റ്യൻ 2 ആണ്. അത് വളരെ സിമ്പിൾ ആവും എന്നുള്ളതുകൊണ്ട് ഞാൻ 5 ആയിട്ട് മാറ്റിയതാണ്. ഓക്കെ. PSC ക്വസ്റ്റ്യൻ എന്താ മിസ്? ഇത് സെയിം ടോസിങ് 5 coins ടോസ് ചെയ്യണതും ഒരു കോയിൻ 5 times ടോസ് ചെയ്യണതും സെയിം അല്ല വരിക അല്ലേ? 2n തന്നെയല്ലേ വരിക? 2n തന്നെ. ഇത് PSC ചോദിച്ചത് 2 coins എന്നുള്ളതായിരുന്നു. അത് വളരെ സിമ്പിൾ അല്ല, അതുകൊണ്ട് ഞാൻ മാറ്റിയതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ റിവിഷൻ ക്ലാസ്സിൽ കൂടുതലും നെറ്റ് എന്നൊക്കെ ക്വസ്റ്റ്യൻ ഇട്ടത് കേട്ടോ. നിങ്ങൾ PSC നോക്കുമ്പോൾ സിമ്പിൾ ആണ്. നമ്മൾ അത് മാത്രം ചെയ്തു പോയാൽ ഇപ്പൊ PSC ആകെ പാറ്റേൺ മാറ്റി നല്ല ടഫ് ക്വസ്റ്റ്യൻ ആ വരുന്നത്. അപ്പൊ നമ്മൾ അത് മാത്രം ചെയ്തു പോയിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് അയ്യോ ഞങ്ങളത് PSC പരീക്ഷയ്ക്ക് വലിയ വലിയ ക്വസ്റ്റ്യൻ ഇടുന്നത്. അതുകൊണ്ടാണ് ഇട്ടത്. ഓക്കെ. ഇത് നെറ്റിന്റെ അതാണെന്ന് ഓർമ്മ. സിംഗിൾ അല്ല, ഇതും PSC ക്വസ്റ്റ്യൻ. അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. A single letter is selected from the word probability. What is the probability that is a vowel? അതായത് ഈ പ്രോബബിലിറ്റി എന്നുള്ള വേർഡിൽ നിന്ന് ഒരു ലെറ്റർ റാൻഡംലി സെലക്ട് ചെയ്തു. അപ്പൊ അത് വവ്വൽ ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 4/11 ആണോ? 4/11 ആണ്. അതെങ്ങനെയാ കൺസിഡർ ചെയ്യാ? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. നിങ്ങൾ നോക്കുക, നമ്മളോട് ചോദിച്ചത് എന്താ? ഒരു സിംഗിൾ ലെറ്റർ സെലക്ട് ചെയ്തു, അത് വവ്വൽ. അപ്പൊ സിംഗിൾ ലെറ്റർ സെലക്ട് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര സിംഗിൾ ലെറ്റർ സെലക്ട് ചെയ്യാം? ടോട്ടൽ എത്ര സാമ്പിൾ സ്പേസിൽ എത്ര ആൾക്കാരുണ്ട് നോക്കാൻ. ആ വേർഡിന്റെ ലെങ്ത് എത്രയാന്ന് നോക്കാം. നമ്മൾ സാമ്പിൾ സ്പേസ് ഒരു വേർഡിന് ഒരു ലെറ്റർ സെലക്ട് ചെയ്യാറുണ്ട്. നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ ഓരോ വേർഡ് വയ്ക്കും. അപ്പൊ എത്ര വേർഡ്സ് ഉണ്ട് നോക്കുക. 1 2 3 4 5 6 7 8 9 10 11. അപ്പൊ 11 വേർഡ്സ് ഉണ്ട്. എത്ര വേർഡ്സ് ആണുള്ളത്? 11 വേർഡ്സ്. അപ്പൊ എന്റെ സാമ്പിൾ സ്പേസിൽ 11 ഉണ്ട്. ഈ 11 വേർഡ്സ് നിന്ന് ഞാനൊരു വേർഡ് സെലക്ട് ചെയ്തു. ഏത് വേർഡ് സെലക്ട് ചെയ്താലും കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/11. പക്ഷെ എനിക്ക് വേണ്ട എന്താ? പർട്ടിക്കുലർലി വവ്വലാണ്. അപ്പൊ നിങ്ങൾ എത്ര വവ്വൽ ഉണ്ട്? എത്ര വവ്വൽ ഉണ്ട്? 1 2 3 4 ആണ് 4/11. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തുന്നത്. വവ്വലിന് പകരം കൺസോണന്റ് എന്നാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താ വരിക? സെയിം ക്വസ്റ്റ്യൻ വവ്വലിന് പകരം കൺസോണന്റ് എന്നായി. അപ്പൊ എന്താ ആൻസർ വരിക? 7/11. 7/11. നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ചിലപ്പോ അവർ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇടും, ഇവിടെ വവ്വലിന് പകരം കൺസണന്റ് ആണ്. നിങ്ങൾ മൊത്തം വായിച്ചു നോക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യുക. ഓക്കെ. A number is chosen at random among the first 120 natural numbers. The probability of number chosen being is a multiple of 5 or 15 is. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഒരു നമ്പർ ചൂസ് ചെയ്തു. ഫസ്റ്റ് 1നും 120 നാച്ചുറൽ നമ്പേഴ്സിന് ഇടയിലുള്ള ഒരു നമ്പർ ചൂസ് ചെയ്തു. The probability that number chosen being is a multiple of 5 or 50. 5ന്റെ മൾട്ടിപ്പിളോ അല്ലെങ്കിൽ 15ന്റെ മൾട്ടിപ്പിളോ ആവാനുള്ള ഒരു പ്രോബബിലിറ്റി എന്താണ്? ഇതിലൂടെ 5ഉം 15ഉം തന്നതിന് ഒരു കാരണമുണ്ട്, ഞാൻ പറയാം. നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കും, ട്രൈ ചെയ്യൂ, ആൻസർ പറയും. PSC ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റണം നമ്മളെ ക്ലാസ് അറ്റൻഡ് ചെയ്താല്. മറ്റേത് കുറച്ച് ഇതുണ്ടാവും, അതൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്ക്. എന്നിട്ട് ആൻസർ. ഇത്ര നേരം ഈ ക്വസ്റ്റ്യൻ ആൻസർ എടുക്കാൻ വേണോ? 1/5 ആണ് ഓപ്ഷൻ കാണിക്കാം. 7 അല്ലേ? 1/5 അത് 1/5 തന്നെയാവും വരിക. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ 1/5 തന്നെയാണ് ആൻസർ. 1/5 തന്നെയാണ്. ഓക്കെ. ഇതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? 5 or 15 എന്നാ പറഞ്ഞേ. 5 or 15.
5ഉം 15 തന്നുകൊണ്ട് ഒരു കാര്യമുണ്ട്. ഓറും ആണ് വേർഡ്, ആൻഡ് അല്ല ഓറും ആണ്. 5ന്റെ മൾട്ടിപ്പിൾ എല്ലാം ബൈ ഡിഫാൾട്ട് 15ന്റെ മൾട്ടിപ്പിൾ ആവുമോ? ഇല്ല. ആണോ? അല്ല സോറി 15ന്റെ മൾട്ടിപ്പിൾ എല്ലാം ബൈ ഡിഫാൾട്ട് 5ന്റെ മൾട്ടിപ്പിൾ ആവുമോ? അപ്പൊ 5 ഓർ 15 ഒന്നെങ്കിൽ 5ന്റെ ആവണം അല്ലെങ്കിൽ 15ന്റെ ആവണം എന്നല്ല അർത്ഥം, അല്ലെങ്കിൽ 2ന്റെ ആവും അല്ലെ. ഒന്നെങ്കിൽ 5ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 15ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ രണ്ടും വരുന്നത്. നിങ്ങൾ ഇവിടെ ആകെ 5ന്റെ മാത്രം ചെക്ക് ചെയ്താൽ മതി. കാരണം ബൈ ഡിഫാൾട്ട് 5ന്റെ മൾട്ടിപ്പിളിൽ 15ന്റെ വന്നിണ്ടാവും, വേറെ എക്സ്ട്രാ ഒന്നും നോക്കേണ്ടി വരില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. 5ഉം 15ഉം തന്നത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഈസി ആക്കാനാണ്. നിങ്ങൾ 5 എഴുതി നോക്കി 15 എഴുതി നോക്കി ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 5ന്റെ മൾട്ടിപ്പിൾസ് മാത്രം നോക്കിയാൽ മതി. ഈ ഒരു ക്വസ്റ്റ്യനിൽ 5 രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 5ഉം 15ഉം ആണ്, മാത്രമല്ല അതിന്റെ ഇടയിലുള്ളത് ഓറും ആണ്. ആൻഡ് ആണെങ്കിൽ ഇത് നടക്കൂല, ഇവിടെ ഓർ എന്നാണ് പറഞ്ഞത്. ഒന്നെങ്കിൽ 5ന്റെ ആവണം അല്ലെങ്കിൽ 15ന്റെ ആണ്. അപ്പൊ നിങ്ങൾ 5ന്റെ മൾട്ടിപ്പിൾ എടുത്തു പോയാൽ ബൈ ഡിഫാൾട്ട് 15ന്റെ മൾട്ടിപ്പിൾ അവിടെ വന്നു പോയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ വേറെ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ 15ന്റെ എടുത്താല് 5ന്റെ പല മൾട്ടിപ്പിളും മിസ്സാവും. ഓക്കെ, അത് ഈ ക്വസ്റ്റ്യൻ അതാണ് പറഞ്ഞത്, ക്വസ്റ്റ്യന്റെ ഒരു ട്രിക്ക് ആയിട്ട് നേടാ. അതേസമയം നമ്മൾ അയ്യോ ചിലവരെന്ത് ചെയ്യും, 5 ഓർ 15 ശ്രദ്ധിക്കാതെ 5ന്റെ എല്ലാ മൾട്ടിപ്പിൾ എഴുതും 1 to 20. വീണ്ടും ഇരുന്ന് 15 എല്ലാ മൾട്ടിപ്പിൾ എഴുതും. എന്നിട്ട് ഓർ ആയതുകൊണ്ട് രണ്ടും കൂടി നോക്കേണ്ടി വരും. അതിന്റെ ഒരു ആവശ്യമില്ല. അതാണ് ഈ 5 ഓർ 15 ആക്കിയത്. ഞാൻ പറഞ്ഞത് അവർ ശ്രദ്ധിച്ച് തന്നതാണ്. നിങ്ങൾ മൾട്ടിപ്പിൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക ഇതാ, ഇത്രയും മൾട്ടിപ്പിൾ ആയി. 5, 10, 15. ഇതിൽ 120 ബൈ ഡിഫാൾട്ട് വരും. ഞാൻ ഇവിടെ യൂസ് ചെയ്തത് നേരത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ മെത്തേഡാണ്. ഈ ക്വസ്റ്റ്യനിലൊക്കെയാണ് നിങ്ങൾക്ക് മറ്റേ മെത്തേഡ് യൂസ് ചെയ്യാൻ നല്ലത്. നിങ്ങൾ 5ന്റെ മൾട്ടിപ്പിൾ എഴുതുകയാണെങ്കിൽ 5, 10, 15, 20, 25, 30, 35, 40 എഴുതാൻ എളുപ്പമാണ്. എന്നാലും 45, 50 എത്തിയിട്ടുള്ളൂ. ഇനി ഇതേപോലെ ഏതാണ്ട് 55, 60, 65, 70, 75, 80, 85, 90, 95, 100, 105, then 1110, 115, 120. ഇത്രയും വരും മൾട്ടിപ്പിൾസ് എഴുതാൻ അല്ല, ഇത്രയും എഴുതണം. ഇതിൽ 15ന്റെ മൾട്ടിപ്പിൾ നോക്കിയാൽ 15, 13, 45, 60, then 75, 90, then 105, then 120. അതാ ഞാൻ പറഞ്ഞേ, 5ന്റെ മാത്രം എഴുതിയാൽ മതി. രണ്ടാമതും ഇത് എഴുതണ്ട, അത് കോമൺ ആയിട്ട് വന്നോളും. ഓക്കെ, അപ്പൊ ഇതന്നെയാണ് നമ്മുടെ ഫേവറബിൾ ഔട്ട്കം വരുന്നത്. ഇത് എത്രയാണ് കൗണ്ട് ചെയ്യണം. 1, 2, 3 ഇത് കൗണ്ട് ചെയ്താൽ നിങ്ങൾക്ക് 24 എലമെന്റ്സിനെയാണ് കിട്ടുക. അതിന് പകരം ഞാൻ എന്ത് ചെയ്തു, സീരീസിലെ ഫസ്റ്റ് എലമെന്റ് 5 ആണ്, 120 5ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് എനിക്കറിയാം. അപ്പൊ 5 മുതൽ 120 വരെ എത്ര 5ന്റെ മൾട്ടിപ്പിൾ ഉണ്ട്. ഇത് AP ലല്ലേ പോണ് നോക്ക്. 5, 10, 15, അതായത് 5, 10, 15 എന്ന് പറഞ്ഞാൽ 5 ആഡ് ചെയ്തു, 5 ആഡ് ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, ഇതാ 120 ഈസ് ഈക്വൽ ടു, ഇതിന്റെ ലാസ്റ്റ് ടൈം 120 ആണ്. ഇത് എഴുതിയ തെറ്റാണ്. 5 plus m minus 1 into d ആണ് കൊടുക്കേണ്ടത്. 5 plus m minus 1 into d 5 വരും. അങ്ങനെ വരുന്ന സമയത്ത് 120 ഈസ് ഈക്വൽ ടു 5 plus 5m minus ഫസ്റ്റ് ടേം 5 ആയതുകൊണ്ടാണ് 5m minus 5. ഇത് രണ്ടും പോയി. അപ്പൊ 5m is equal to 120 divided by 5. 24 തന്നെയാണ് ആൻസർ വരിക. ഇവിടെ 4 എന്നല്ല 5 എന്നാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ 24 ടേംസ് വരും. എന്നിട്ട് അപ്പൊ എന്റെ ഫേവറബിൾ ഔട്ട്കം എത്രയാ, 24 ആണ്. ടോട്ടൽ എത്രയാ, ഫസ്റ്റ് 120 നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ ടോട്ടൽ 120, 24 by 120 വരും. ദാറ്റ് ഈസ് 1/5. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതണമെങ്കിൽ നിങ്ങൾ 24 നമ്പേഴ്സ് എഴുതണം. അതേസമയം ബാക്കി എളുപ്പം ചെയ്യണോ എന്ത് ചെയ്യും, ഫസ്റ്റത്തെ 5 എഴുതും, 120 എഴുതും, 24 എന്നുള്ളത് കണ്ടും പിടിക്കും. ആലോചിച്ച് സമയം പോകും വേണ്ട. ക്ലിയർ ആണോ? ഇത് PSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ ആണ്, PSCക്ക് ചോദിച്ചതാണ്. ഓക്കെ, ഇത് 5 നാക്കണേ. ഞാൻ നിങ്ങൾക്ക് ചെയ്ത് PPT ഷെയർ ചെയ്തിട്ടുണ്ട്, മിസ് ഷെയർ ചെയ്യും. ഇത് 5 നാക്കണം, പിന്നെ കൺഫ്യൂഷൻ വേണ്ട. ഇത് 5 നാക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അതേപോലെ തന്നെ 24 by 120 ആണ്. ഓക്കെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. 24 by 120 ദാറ്റ് ഈസ് 1/5 എന്ന് വേണം എഴുതാൻ.
ക്ലിയർ അല്ലേ? 125 ചെയ്ത് നോക്കിയാ പോരെ 24 കിട്ടാൻ വേണ്ടിട്ട്. ഓക്കെ 120/5 ചെയ്താലും മതി. എത്ര 20th ടേം ആണ് എന്നറിയാം. അത് ചെയ്താൽ മതി. അത് പക്ഷെ എന്താ വെച്ചാല് ഇവിടെ എപ്പോഴും പറ്റൂല. ഇവിടെ പറ്റുന്ന എന്താ വെച്ചാല് നമ്മൾ എന്താ അറിയോ, ഫസ്റ്റ് ടേം 5 മുതൽ ആഡ് ചെയ്തോണ്ടാ. ഓക്കെ, അതായത് നമ്മള് ഫസ്റ്റ് ടേം മുതൽ ആഡ് ചെയ്യുന്നുണ്ട് 2, 10 തേർഡ് ടേം, അതുകൊണ്ടാണ് 20 കിട്ടിയത്. പക്ഷെ നേരത്തെ ക്വസ്റ്റ്യനിൽ 7 ഇല്ലാത്ത ക്വസ്റ്റ്യനിൽ 98/7 ചെയ്താൽ നിങ്ങൾക്ക് ഒന്ന് കൂടുതലാവും കിട്ടും. അതായത് ഇതിന്റെ മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, നോട്ട് ഡിവിസിബിൾ ബൈ 7. അവിടെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം നിങ്ങൾ 7 എന്നുള്ള നമ്പർ യൂസ് ചെയ്തില്ല. ഓക്കെ, അപ്പൊ കിട്ടുന്ന നമ്പർ ഒന്ന് കൂടുതലായിരിക്കും, ഒന്ന് എക്സ്ട്രാ ആയിരിക്കും. പക്ഷെ ഈ മെത്തേഡ് ആവുമ്പോൾ എപ്പോഴും ശരിയാവും. കാരണം നമ്മൾ എന്താ വെച്ചാൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് നിങ്ങൾ ഏത് നമ്പറിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ മെത്തേഡായി. ഇതിൽ നിങ്ങൾ 5 ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ നിങ്ങൾ ചില സമയത്ത് ആദ്യത്തെ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് നമ്പർ തരും. അപ്പം നിങ്ങളോട് ഫ്രം ഫസ്റ്റ് 120 നാച്ചുറൽ നമ്പറിന് പകരം 10 to 120 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ കറക്റ്റ് ആവില്ല. നിങ്ങൾ എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ നിങ്ങൾക്ക് 120/5 എന്ന് വെച്ചാൽ കിട്ടൂല. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്താൽ കിട്ടും. ക്ലിയർ ആണോ? ആ പറഞ്ഞ ഡിഫറൻസ് മനസ്സിലായില്ലേ? ഒന്നുകൂടി പറയണോ? ചോദിച്ചാക്ക് മനസ്സിലായിണ്ടോ? അത് ചെയ്യാം, പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം വരും. അതുകൊണ്ട് നിങ്ങൾ ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം എന്നാണ് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം.